ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പം നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം കുറേ ദിവസമായി, കുറച്ചൊരാഴ്ചയായി ഇപ്പോൾ വീഡിയോ എടുത്തിട്ട്. വേറെ ഒന്നല്ല, അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതിൻ്റെ കാരണം പറയാനാട്ടോ ഞാൻ വന്നത്. വീഡിയോ എടുത്തിട്ടൊരു കഴിഞ്ഞ മാസം എന്തോ എടുത്തത്. ആ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3-ാം തീയതി പോസ്റ്റ് ചെയ്ത് 26-ാം തീയതി എടുത്തിട്ട് 3-ാം തീയതി 4-ാം തീയതി പോസ്റ്റ് ചെയ്തത്. ലേറ്റായിപ്പോയി. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നൊരു വീഡിയോ നമ്മൾ വിശദമാക്കിയിട്ട് നമ്മൾ പറയാം, വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ റൂമിലാണ് കേട്ടോ. ഏട്ടൻ ഇവിടെ ഉണ്ട്, ആദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എന്താണ് ലേറ്റ് ആയത്, എന്താണ് വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയതെന്നൊക്കെ. ഇവരുണ്ടാലും ഇവിടെ പൂര കച്ചറയാണ്. പുറപ്പിൻ്റെ പേരിലൂടെ പൂര കച്ചറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ചേർക്ക്. അപ്പം എന്താന്ന് പറഞ്ഞാൽ, പിന്നെ ആ ലാസ്റ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയത് പറഞ്ഞാൽ വൈഫൈ ഇല്ലായിരുന്നു. നമുക്ക് നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് നെറ്റ് ഫോണിൻ്റെ സിമ്മ് മാറ്റി. ജിയോക്ക് മാറ്റിയപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതൊന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുത്തു. അതാണ് ലേറ്റ് ആയത് കേട്ടോ. പിന്നെ വീഡിയോ നല്ല പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയത്, നല്ല കുറച്ച് ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ അതിൽ വീഡിയോ കുറച്ച് ഇടാം, എന്താണെന്നുള്ള ഒന്ന് കണ്ടോളി. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു, ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ, കിച്ചുമോന് ചേച്ചീൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് എർണിയ ഉണ്ടല്ലോ, എർണിയൻ്റെ അസുഖമായിട്ട് കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. കാണിക്കാൻ പോയിരുന്ന് ഒരു മാസം മുന്നേ കാണിച്ചു. ഒരു മാസമല്ല, 2-3 മാസം മുന്നേ കാണിച്ചതാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എർണിയൻ്റെ പ്രശ്നം പറഞ്ഞാൽ, ഇവർ ഈ ചെറിയ കുട്ടികളെ മറ്റേ ഇതില്ലേ മൂത്രം ഒഴിക്കുന്നത്, അതിൻ്റെ അവിടെ താഴെ ഉണ്ടാവില്ല, അവിടെയാണ് ഉണ്ടായത്. അപ്പോൾ അത് വലുതായിട്ട് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വലുതായത്. ജനിക്കുമ്പോഴുള്ളതാണ് പോലും. പെട്ടെന്ന് ഒരു ദിവസം വലുതായപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റിയതോ കാണാൻ പറ്റുന്ന ഒരു ഭാഗമല്ലല്ലോ അവിടെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്, മെഡിക്കൽ കോളേജിലാണ് ഏട്ടനും ചേച്ചിയും കൂടി പോയി കാണിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തു. ലാസ്റ്റ് പോയെന്ന് ഡേറ്റ് ഇങ്ങനെ കൊടുത്തിരുന്നു. പിറ്റത്തെ മാസം വരുമ്പോൾ ഇന്ന ദിവസം വന്നാൽ മതി പറഞ്ഞിട്ട്. ചേച്ചി ഏട്ടനും മോനും കൂടിയാണ് ഇവിടുന്ന് പോയിരുന്നത്. പിന്നെ അപ്പോൾ കാണിച്ചപ്പം പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാം, നമുക്ക് ഇതെടുത്ത് ഒഴിവാക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ബെറ്റർ. നല്ല ഭാവിക്ക് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആവുള്ളൂ. ചെറിയ കുട്ടികളെ കാര്യമാണ്. ഇപ്പം ചെയ്താൽ പിന്നത്തേക്ക് വേദന അറിയില്ല, പിന്നത്തേക്ക് അതൊരു പ്രശ്നമാവില്ല, അത് വലുതാവില്ല, ഒരു പ്രശ്നം. അതിങ്ങനെ വലുതായി വരികയാണ്. ഇങ്ങനെ അവർക്ക് ട്രൗസൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ബോറ് പോലെ ബോറല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്, കുട്ടീൻ്റെ കാര്യമാണല്ലോ. അപ്പം നല്ലത് വലുതായി വരാൻ തുടങ്ങിയപ്പോഴാണ് കാണിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുള്ള് കുട്ടികൾക്ക് തന്നെയാണ്. ഓരോ കുട്ടികൾക്കായിട്ട് ഇങ്ങനെ ഓപ്പറേഷന് വരുന്ന കുട്ടികളുണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോയി ചേച്ചി ഏട്ടനും കൂടി ഇവിടുന്ന് പോയി കാണിച്ചപ്പോൾ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ് ഒരു ഡ്രസ്സൊക്കെ ആയിരുന്നു പോയിരുന്നത് കേട്ടോ. അപ്പോൾ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു. ഒരാൾ അഡ്മിറ്റ് ആക്കി. പേച്ചിനെ വിളിച്ച് പറഞ്ഞിരുന്നു അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനിവിടുന്ന് പോയി. ഇവിടെ അതും ഏട്ടനും ഇരുന്ന് ഇവിടെ ഉണ്ടായിരുന്ന അതും ഏട്ടനായിരുന്നു നോക്കിയിരുന്നത്. അപ്പം രാത്രി ഓന് ഏട്ടൻ്റെ കൂടെ തന്നെ ഏട്ടൻ്റെ കൂടെ ഇരുന്ന് ഉറങ്ങിയിരുന്നതൊക്കെ കേട്ടോ. പിന്നെ അമ്മ ഉണ്ട്, അംഗനവാടിയിൽ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ ഉണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഏട്ടൻ്റെ അമ്മ ഉണ്ട്. അപ്പോൾ പിന്നെ വലിയ ഇഷ്യൂം കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ആളെ പ്രശ്നം. അപ്പം അങ്ങനെ ഇവിടുന്ന് പോയി. ഞാനും അച്ഛനും എൻ്റെ അച്ഛനും കൂടിയാണ് പോയിരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ അന്നവിടെ നിന്ന് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. മറ്റേ മാതൃശിശുവിൻ്റെ അതിലെന്തോ ആയിരുന്നു, കുട്ടികളെ ഒരു ഹോസ്പിറ്റൽ. അത് മെഡിക്കൽ കോളേജിൽ തന്നെ ഓരോ ഇതാണല്ലോ, സ്പ്ലിറ്റായിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ കുട്ടികളെ അതിലിരുന്നുണ്ടായിരുന്നത്.
അവിടെ പോയി. അവിടെ തന്നെ കുറച്ച് ഡിസിപ്ലിൻ, ഒരാൾ നിൽക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ കുറച്ച് പുതപ്പിനോടെ കച്ചറ ഉണ്ടോ. അപ്പം മാതൃശിശുവിൻ്റെ അതിൽ നിന്ന് അങ്ങനെ കുട്ടിക്ക് പിറ്റേ ദിവസമാണ് ഓപ്പറേഷൻ പറഞ്ഞത്. തലേ ദിവസം കുറേ കുട്ടികളുണ്ട് കേട്ടോ, നമ്മൾ കിടക്കുന്ന അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് പിറ്റേ ദിവസം ആണ് ഓപ്പറേഷൻ. പിറ്റേ ദിവസം 6 മണിയാകുമ്പോഴത്തേന് റെഡി ആകാൻ പറഞ്ഞിട്ട് കുട്ടിക്ക് തലേ ദിവസം 12 മണി വരെ ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ് പിന്നെ വെള്ളം മാത്രം പറ്റുള്ളൂ. 4 മണി വരെ വെള്ളം മാത്രം കൊടുത്താൽ മതി, പിന്നെ അതിന് ശേഷം ഫുഡ് കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ 6:30 ആയപ്പോഴത്തേന് മാറ്റി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. വെള്ള ഡ്രസ്സ് ഇട്ട് കുട്ടീനെ കുളിപ്പിച്ചിട്ട്, വെള്ള ഡ്രസ്സ് പറഞ്ഞാൽ വെള്ളം മുണ്ട് മറ്റേ നമ്മൾ വെള്ള തുണീൻ്റെ മുണ്ട് ഉടുപ്പിച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറേ കുട്ടികളുണ്ട്, കുറേ കുട്ടികൾ കുഞ്ഞു കുട്ടികൾ, എന്നാൽ മാസങ്ങൾ 5 മാസം 6 മാസം ഒക്കെ ആയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അവരൊക്കെ റെഡി ആയി. ഞങ്ങൾ ലാസ്റ്റത്തെ ആയിരുന്നു കേട്ടോ, ഞങ്ങളത് വരുന്ന ലാസ്റ്റത്തേന്. അപ്പോൾ അവരെല്ലതും സെറ്റ് ചെയ്ത് ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഫ്രണ്ടിലെങ്ങും കൊണ്ടേയിരുത്തി. നമ്മൾ വെയിറ്റ് ചെയ്യരുത് ഇങ്ങനെ. എന്താണ് പുതപ്പാ? അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലവിടെ അതിൽ കുറച്ച് കിടന്നോ, ഇവിടെ ഇതാ കഷ്ണം അതിൽ കിടന്നോളി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലെത്തി. ഓരോ കുട്ടികളെ കൊണ്ടുപോകുന്നത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഡോക്ടേഴ്സൊക്കെ വന്ന് കുറേ ഡോക്ടേഴ്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. നമുക്ക് തലേ ദിവസം തന്നെ ഉറക്കേ ഇല്ല, ഇങ്ങനെ എന്താവും എന്ന് ആലോചിച്ചിട്ടുള്ളത്. പിന്നെ കുട്ടിക്കൊന്നും ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും പറ്റൂല. പിന്നെ ഇവൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ 11:55 53 കയറ്റിയത്. ലാസ്റ്റ് വനെയായിരുന്നു. അനസ്തേഷ്യ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അത് കൊടുത്ത് റിട്ടേൺ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ബോധമൊന്നുമില്ല, ഇങ്ങനെ സ്ട്രെച്ചറിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വാർഡിലൊരു ICUവിൻ്റെ വാർഡിലേക്ക് മാറ്റും. അങ്ങനെ അച്ഛൻ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെ എന്നെ അവിടെ ആക്കിയിട്ട് തലേ ദിവസം അവിടെ ആക്കിയിട്ട് പോകുന്നത്. ഇനി പിറ്റേ ദിവസം അച്ഛൻ രാവിലെ ആകുമ്പോഴത്തേന് വന്ന് വെള്ളത്തുണി കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അവിടെ ഫുള്ള് വെള്ളയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഓപ്പറേഷൻ അങ്ങനെ കഴിഞ്ഞിട്ടൊക്കെ വെള്ള വേണം. അപ്പം വെള്ളത്തുണി കാര്യങ്ങളൊക്കെ അച്ഛൻ വീട്ടിൽ നിന്ന് ലേശം കൊണ്ടുവന്നു. ഞങ്ങൾ കൊണ്ടുവന്നതിൽ ലേശം ഉള്ളായിരുന്നു. അപ്പോൾ അത് തികയില്ല, ബെഡിൽ വിരിക്കണം, കുട്ടിക്ക് ഉടുക്കാൻ വേണം, പിന്നെ ഉടുക്കാനൊക്കെ വേണം. അപ്പോൾ വെള്ളത്തുണി കൊണ്ടുവരാൻ വേണ്ടി അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ. അച്ഛന്, ഞാൻ, പിന്നെ ആരായിരുന്നു, ചേച്ചി, ഏട്ടൻ ഉണ്ടായിരുന്നത്, കിച്ചുമോനെ ഇരുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടീനെ കൊണ്ടുപോയി. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവിടെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. കുട്ടീനെ ഒരു നേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ പേര് വിളിക്കാൻ എടുത്ത് കൊണ്ടുപോകുക, അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. കുട്ടീനെ എടുത്ത് കൊണ്ടുപോയി, ഉള്ളിക്ക് കൊണ്ടുപോയി. ഭയങ്കര സങ്കടം നമുക്ക്. എന്നാൽ ബാക്കിയുള്ള 2-3 കുട്ടികൾക്കൊക്കെ കൈമേ IV ഇട്ടിട്ടുണ്ട്, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് അതൊക്കെ കഴിഞ്ഞതിന് ഇവന് 2 കുട്ടികൾക്കൊന്നും ചെയ്തിട്ടില്ല. അതിനിടയിൽ ജലദോഷം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊന്നും സമ്മതിക്കില്ല. അങ്ങനെ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതിനൊന്നും എന്തായാലും പറ്റില്ല എന്നല്ല പറഞ്ഞു. ഇതിലൊരു കുട്ടിക്ക് ജലദോഷം എന്തോ ചുമച്ചെന്തോ ചെയ്തത്, പേരും ജസ്റ്റ് ഒന്ന് ചുമച്ച് അവരെ മുന്നിന്നായിപ്പോയി ചുമച്ചത്. അതിൻ്റെ കുട്ടീനെ അവിടെ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരാഴ്ച അവർ ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേന് ലേറ്റ് ആവും. അപ്പോൾ 2 ദിവസം അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പിന്നെ ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടിയൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുവരും അവർ. നമ്മളെ മറ്റേ ICUവിൻ്റെ വാർഡിൻ്റെ അവിടെ തന്നെ കുട്ടീനെ ബെഡിൽ കിടത്തി തന്ന്. പിന്നെ നല്ല ഉറക്കിലായിരുന്നു. എന്നാൽ ആൾക്ക് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ വേണമെങ്കിൽ ഇതിലിടാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ 1.5 മണിക്കൂറൊക്കെ കഴിയും ബോധം വരാമെന്ന് പറഞ്ഞു. കുറേ കുട്ടികൾ എണീക്കുന്നുണ്ട്, കുറേ കുട്ടികൾക്ക് കുഴപ്പമില്ല, കുറേ കുട്ടികൾ കരയുന്നുണ്ട്. അങ്ങനെ അവിടെയാണെങ്കിൽ ഒരാൾക്ക് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് വരും. ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കുട്ടീൻ്റെ അടുത്ത് നിൽക്കും. ബാത്റൂം പോകാണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് നിൽക്കും. കുളിക്കാൻ എന്തെങ്കിലുണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് നിൽക്കും. അങ്ങനെയായിട്ട് അങ്ങനെ മാറി നിൽക്കും. ബാക്കി എല്ലാ സമയം ഓളോടെ കുട്ടീൻ്റെ കൂടെ തന്നെ നിന്ന് ഞാൻ പുറത്ത് അങ്ങനെ വരാന്തയിൽ ICUവിൻ്റെ ഫ്രണ്ടിലത്തെ വരാന്ത ഉണ്ട്. വരാന്തയിൽ 3-ാം നിലയിലെത്തിയാണ് കേട്ടോ അതുണ്ടായിരുന്നത്. വരാന്തയിൽ അവിടെ കിടക്കൽ തന്നെ ഇരുന്ന് അവിടെ ഇരിക്കില്ല, അവിടെ കിടക്കൽ. അങ്ങനെ തന്നെ റേഞ്ചും ഇല്ല, ഒരു തുള്ളി റേഞ്ചില്ല. ഒരാൾ വിളിച്ച് സംസാരിക്കാൻ പോലും റേഞ്ചില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ അവിടെ വരാന്തയിൽ അവിടെ അങ്ങനെ കിടന്നു. എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ വിളിക്കും. പിന്നെ കുട്ടീനെ കുറച്ച് നേരം നമ്മൾ എടുക്കും. പക്ഷേ ഓനാണ്
അധികം ഏച്ചിനെ പറ്റുള്ളൂ. എന്നാൽ വയ്യാണ്ടേ കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, കുട്ടികൾക്ക് അമ്മമാരാണല്ലോ മസ്റ്റ്. അപ്പം പിന്നെ ഞാൻ കുറച്ചെടുത്തെടുക്കും, ചേച്ചി കുറച്ചെടുത്തെടുക്കും, പിന്നെ ഫുഡ് കൊടുക്കും, കഞ്ഞി കൊടുക്കും. പിന്നെ ഏട്ടനെയാണ് ആണുങ്ങൾക്ക് കയറാനേ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ. നല്ലതൊക്കെയാണ്, ഹോസ്പിറ്റൽ നല്ലതാണ്, ബെറ്ററാണ്. അവിടെ ചെന്നാൽ എല്ലാവരും രക്ഷപ്പെടുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഞാൻ ജനിച്ചൊരു ഹോസ്പിറ്റലാണ് അവിടെ. പക്ഷേ നമ്മളെ എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ നമുക്ക് നമ്മളൊരു ഹസ്ബൻഡ് കൂടെ വേണം, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണർ കൂടെ വേണം, അല്ലെങ്കിൽ അച്ഛനായാലും നമ്മളൊരു കൂടെ ഒരു ആണുങ്ങൾ വേണം എന്നുള്ളൊരു അവസ്ഥയ്ക്ക് പറ്റിയില്ല. അതിനാലും ഒരു സമയമുണ്ട്, രാവിലെ 7:30 മുതൽ 9 മണി വരെയോ 8:30 വരെയോ അങ്ങനെ എന്തോ ഒരു സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലുള്ള സെക്യൂരിറ്റി വന്ന് ഫുള്ള് പുറത്താക്കും, എല്ലാവരും പുറത്തേക്ക്, ഇവിടെ ആയാലും പുറത്തേക്ക് വരാന്തേനവിടെ പോയിക്കും. ആണുങ്ങൾ ഹോസ്പിറ്റലിന് പുറത്ത് ഏട്ട ഹോസ്പിറ്റലിന് പുറത്ത് റൂം എടുത്തിട്ട് നിൽക്കലായിരുന്നു. ഫുഡ് നമുക്ക് കൊണ്ടുവന്നാൽ വിളിക്കും, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരും, ഞങ്ങൾ കഴിക്കും. ഒരാൾ ക്യാൻറ്റീൻ ഉണ്ട്, ഉള്ളിൽ തന്നെ ഒരു ക്യാൻറ്റീൻ, ഫുഡ് കഴിക്കുന്ന ഒരു സംഭവം ഉണ്ട്, ടേബിളൊക്കെ ഇട്ടിട്ട് അവിടെ പോയിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെയായിരുന്നു അവിടെ. എന്നാൽ എല്ലാവരുമായിട്ട് കമ്പനി ആയിരുന്നു. നമ്മൾ ഒരു ദിവസം നിന്നിട്ടുള്ളൂ, പക്ഷെ എല്ലാവരുമായിട്ട് കമ്പനിയാണ്. എല്ലാവർക്കും തന്നെയാണ്ട് നമ്മൾ പെട്ടെന്ന് കമ്പനിയായി, വർത്താനായി. എന്നാലും നമുക്ക് എങ്ങനെയും അവിടെ നിന്ന് പോരണം എന്നുള്ളതായിരുന്നു. ഓപ്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പോകുന്നിട്ടോ. അന്ന് എങ്ങനെയൊക്കെയോ കുട്ടി ഉറങ്ങിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ തീരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ ഫുള്ള് ഇങ്ങനെ എല്ലാവരും ഇതും ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ കിടന്ന്, പിന്നെ എണീച്ച്, പിന്നെ കുറച്ച് നേരം ഉറങ്ങും, പിന്നെ എണീക്കും, പിന്നെ തീരെ ഉറക്കില്ല. എന്നാൽ 2:30 എണീച്ചിട്ട് ഫുള്ള് ഇരുത്തേന്. അതിന് ഞാൻ വീഡിയോ വെച്ച് കാണിച്ചിട്ടാണ്. ആരുമില്ല, ഒരു മനുഷ്യന്മാരില്ല, നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ സെക്യൂരിറ്റിക്ക് അതിനുള്ളിലേക്ക് വിടൂല്ല കേട്ടോ, നമ്മളെ തീരെ വിടൂല. ഈ ഐസുവിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി, എല്ലാവരും സെക്യൂരിറ്റികൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റൗണ്ട്സിന് വരും സെക്യൂരിറ്റിമാർ, ഒന്നും നമ്മളെ തീരെ ഉള്ളിലേക്ക് വിടൂല. അങ്ങനെ പിറ്റേ ദിവസം 10:30 ആകുമ്പോഴത്തേന് 9:30 ആകുമ്പോൾ ഡോക്ടർ വരും എന്ന് പറഞ്ഞ്, അപ്പോഴത്തേ കുട്ടീനെ കുളിപ്പിച്ച് സെറ്റാക്കി ഫുഡൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഏട്ടൻ പോയി പുറത്തുനിന്ന് ചായയും ഇതൊക്കെ, മുട്ട, പഴം, പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് കുട്ടീനെ കണ്ടിട്ട് ഏട്ടൻ പുറത്തേക്ക് പോയി. പിന്നെ ഞാനും പുറത്തേക്ക് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ച് ആ വാർഡിൽ നിന്ന് നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി കിടന്നൊരു ഓപ്പറേഷനും ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നൊരു വാർഡുണ്ട്. വാർഡല്ല, ഒരു ജസ്റ്റ് ഡേ കെയർ പോലത്തെ എന്തോ സംഭവം. അവിടെ കിടത്തി. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഡേ കെയർക്ക് മാറ്റി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി വന്നു, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കാൻ, സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വയറിൻ്റെ നമ്മളെ അരേൻ്റെ ഒക്കെ ഭാഗം ഉണ്ടല്ലോ, വയറ് കഴിഞ്ഞിട്ടുള്ള അവിടെയാണ് കേട്ടോ ചെയ്തത്. അവിടെ ചെയ്തിട്ട് ആ ഡോക്ടർ വന്ന് പിറ്റേ ദിവസം അവിടെ ഒരു ഒട്ടിച്ചിരുന്ന ഒരു സ്റ്റിക്കർ, അതെടുത്ത് പറിച്ചെടുത്ത്. പിന്നെ കുട്ടി ഒന്നും ഭക്ഷണേ കഴിക്കണില്ല. പിന്നെ ബന്നൊക്കെ എങ്ങനെയോ ബന്നും ചായയൊക്കെ കൊടുത്ത്, അല്ലാണ്ട് കഞ്ഞി ആദ്യമൊക്കെ കുടിച്ചിരുന്നേ. ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ് കൊടുക്കണം. കുട്ടി രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വേഗം വിശപ്പില്ലാണ്ട് കഴിച്ച്, പിന്നെ വേദന തുടങ്ങിയപ്പോൾ ഒന്നും കഴിക്കില്ല. പിറ്റേ ദിവസം തീരും കഴിച്ചിട്ടില്ല കുട്ടി. അങ്ങനെ ഒരു ബന്നുണ്ടായിരുന്നു, ആ ബന്ന് എങ്ങനെയൊക്കെയോ ചായയിലൊക്കെ മുക്കി കൊടുത്ത്. ഓന് ഇങ്ങനത്തെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അഡ്മിറ്റിന് പറഞ്ഞ് വരാത്ത ഒരാളാണ്. ആദൂനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണതാണ്, സൂചി കുത്തുന്നതാണ്. പിന്നെ അഡ്മിറ്റ് ആയിട്ടില്ല, ഒരു കുറച്ച് സമയം ഗ്ലൂക്കോസിറ്റ് കിടക്കുന്ന ഒരാളാണ്. അപ്പം ഓനെന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്നിട്ടുള്ളത് അറിയില്ല. അപ്പോൾ കിച്ചുമോന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേഗം വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ കരഞ്ഞാണ് ഓപ്പറേഷൻ ചെയ്ത് അന്ന് തന്നെ കുട്ടി കിടന്നുറങ്ങിയത്. രാവിലെ എണീച്ചിട്ട് അമ്മ ഹോസ്പിറ്റലിൽ വീട്ടിൽ പോവാ, കുട്ടിക്ക് വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയായി. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഏട്ടനൊക്കെ പുറത്തുനിന്ന് ഇങ്ങോട്ട് കുട്ടീനെ കാണാൻ വേണ്ടി വന്നാലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. നല്ല വേദന സഹിച്ചിട്ടും ഇങ്ങനത്തെ കുറെ കണ്ടിട്ട് ഹോസ്പിറ്റൽ ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കുട്ടി പേടിച്ചു പോയി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമ്മളെ ഡേ കെയർക്ക് അവിടേക്ക് മാറ്റി. അവിടുന്ന് പിന്നെ കുറച്ചേരൊക്കെ അവിടെ കിടന്ന് ഒരു 12 മണി ആയിട്ടില്ല, അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഡിസ്ചാർജ് പേപ്പർ ആയിട്ട് നേഴ്സ് വന്നു, എല്ലാവർക്കും പേപ്പർ കൊടുത്ത്. പിന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, ഫോം ഫില്ല് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പോയി ഏട്ടൻ ചെയ്ത്, ഏട്ടനെ വിളിച്ച് ഏട്ടൻ എല്ലാതും പോയി ഫില്ല് ചെയ്ത് സെറ്റാക്കി നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നു. എന്നാൽ അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ദൈവഭാഗ്യം കൊണ്ട് പോരുകയെന്ന് പറയാം. എല്ലാവർക്കും ഇങ്ങനെ പോരാൻ പറ്റണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ഉണ്ടാവും. ഓരോ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ഞു പൊട്ടും. എന്നാൽ കുട്ടികൾ വേദന സഹിച്ച് പെട്ടെന്ന് എണീച്ചിട്ട് കുട്ടി ഇങ്ങനെ വിറച്ചിട്ട് അങ്ങനെ പല്ലിങ്ങനെ കടിച്ചിട്ടൊക്കെ കുട്ടികൾ കരയുക.
അങ്ങനെ പേടിച്ചിട്ട് നമുക്ക് വലിയവർക്ക് വരണ പോലെയല്ലല്ലോ, ചെറിയ കുട്ടികൾക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവില്ല, ചങ്ക് ഇങ്ങനെ വേദനയ്ക്ക് പൊട്ട് എന്തൊക്കെയോ പോലെയാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാണ്ടിരിക്കട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, നമുക്കൊരു ചെറിയൊരു വേദന പറ്റിയാൽ നമുക്കത് സഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കരയാൻ മാത്രമല്ലേ പറ്റുള്ളൂ, ഇങ്ങനെ ഉണ്ട് അതുണ്ട് എന്നുള്ള പറയാനുള്ളൊരു ഇതും കൂടി ആവാത്തൊരതല്ലേ. ആകെ 4 വയസ്സാവുന്നേ ഉള്ളായിരുന്നു മോന്, കിച്ചു മോന് കേട്ടോ. അപ്പം ഇവർ രണ്ടാളും 1 വയസ്സിനോ 1.5 വയസ്സിനോ എന്തോ വ്യത്യാസമുള്ളൂ, കിച്ചുമോനും അതും കൂടി. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ചേട്ടനൊക്കെ ഫസ്റ്റ് അവിടേക്ക് വന്നത് ബൈക്കിനായിരുന്നു. ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു, ഞാൻ ചേച്ചി കിച്ചുമോനോട് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു. ഏട്ടൻ പിന്നെ ബൈക്ക് അവിടെ ഉണ്ടാവില്ല, അപ്പോൾ ബൈക്കായിട്ട് ഏട്ടൻ പിന്നാലെ അങ്ങനെ പോകുന്നു. അങ്ങനെ പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് വരെ അവിടെ എത്തി ഇറങ്ങി. പിന്നെ അവിടെ എത്തി ആൾ ഫുൾ ആക്റ്റീവായി. അതൊരു ബുദ്ധിമുട്ടുണ്ടായി, മേലൊക്കെ കഴുകി കൊടുത്ത് പിന്നെ ആൾ ഉള്ളിലേക്ക് കയറ്റി. പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെഡിയായി. പിന്നെ കഞ്ഞിയൊക്കെ കുടിക്കാൻ അന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ചേച്ചിനെ വിളിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, മാറീന് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ചേച്ചിനെ അവിടെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ പിന്നെ നേരെ പോകുന്നു, ഇവിടെ ആദ്യം ഉള്ളതല്ലേ, അപ്പോൾ അത് ഒറ്റയ്ക്കല്ലേ. അപ്പോൾ പിന്നെ ഏട്ടൻ അങ്ങോട്ട് കൂട്ടാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഞാൻ ചേച്ചിൻ്റെ വീട്ടിലായിരുന്നുണ്ടായിരുന്നു, ഏട്ടൻ അങ്ങോട്ട് കൂട്ടാൻ, ഇവിടുത്തെ അടുത്ത് തന്നെയാണല്ലോ, കൂട്ടാൻ വേണ്ടി വന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പം നാളെയല്ല മറ്റന്നാൾ ചൊവ്വാഴ്ച, ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഞായറാഴ്ചയാണ് വീഡിയോ. ചൊവ്വാഴ്ച വീട്ടിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഉള്ളിലും ഉണ്ട് സ്റ്റിച്ച്, പുറത്തും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ചൊവ്വാഴ്ചയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിരുന്നു, കുഴപ്പമൊന്നുമില്ല, ആൾ ആക്റ്റീവാണ്. പിന്നെ എന്നാൽ ആൾക്ക് വീട്ടിലെത്തണം. ഹോസ്പിറ്റലായിട്ടൊരു കുട്ടികൾക്ക് വലിയവർക്ക് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ കുട്ടികൾക്കൊരു നമുക്ക് പറഞ്ഞാൽ നമ്മളെ വീട് പോലെയല്ലല്ലോ ഹോസ്പിറ്റൽ. നമുക്ക് നമ്മളെ വീട് കഴിഞ്ഞിട്ട് വേറെ എന്തും ഉള്ളൂ. വേറെ എന്ത് പറഞ്ഞാൽ ആ ഒരു ഇതുപോലെ ആവില്ല, ഒരിക്കലും ആവില്ല, എത്ര ഇതെന്ത് പറഞ്ഞാൽ. പക്ഷെ വൃത്തി ഒക്കെ അടിപൊളിയാണ് കേട്ടോ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പറഞ്ഞാൽ ആവശ്യം നേരത്തെ നമ്മൾ ആൾക്കാർ ഓരോ കൂടെ നിൽക്കാൻ പറ്റൂല, നമ്മളെ പുറത്താക്കുക അത് തന്നെ ഉള്ളൂ. പക്ഷെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. ഐസിയുവിൽ ഇൻഫെക്ഷൻ വന്നിട്ട് കുറേ ആൾക്കാർ 1 മാസത്തോളം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും വരാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലാണ്ട് വേഗം രക്ഷപ്പെട്ടു ദൈവത്തിൻ്റെ അതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു സംഭവം. വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവാനുള്ള കാരണം അതായിരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. ഇന്നെന്തായാലും നമുക്ക് വീഡിയോ സെറ്റാക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ആദൂന് വയ്യാണ്ടായിട്ടുള്ള ആദൂന് പനി, ഇടയ്ക്കിടെ വിട്ട് അവന് പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തലേദിവസം കിച്ചുമോൻ്റെ പോണ തലേന്ന് പറഞ്ഞാൽ പൂര പനിയായിരുന്നു. വെച്ചിട്ട് പോകാൻ കയ്യിലുണ്ടാവില്ല, കാരണം ഓളെ കൂടെ ആരെങ്കിലും വേണമല്ലോ. അമ്മയ്ക്ക് എന്തായാലും അമ്മയ്ക്ക് ഊരവേദന, പിന്നെ കയ്യിൻ്റെ എല്ല് പൊട്ടിയതായിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഇപ്പോൾ തണുപ്പാകുമ്പോഴൊക്കെ നല്ല വേദന, രാവിലേക്ക് ഭയങ്കര വേദന. അമ്മയ്ക്ക് എന്തായാലും പറ്റില്ല, അമ്മയ്ക്ക് ഒന്ന് ഉറങ്ങേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം, കുഴപ്പമില്ല, അതും എന്തായാലും ഏട്ടനേറ്റ് നിന്നോളും, കുഴപ്പമൊന്നുമില്ല, അവനെ കരച്ചിലൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ കരയൊന്നുമില്ല, അവനല്ലെങ്കിലും അങ്ങനെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിയതാണ്, അങ്ങനെ കരയിലൊന്നുമില്ല ആൾ. അപ്പം അതുകൊണ്ട് എനിക്കും പിന്നെ വല്ലാണ്ട് പേടിക്കാനൊന്നുമില്ല. ഓടെ വാ ഇങ്ങോട്ട് വാ. നാൻകാരനല്ലേ? ഞങ്ങൾ അങ്ങാടി പോവാൻ തുടങ്ങിയില്ലേ? നല്ല കുട്ടി. ഇപ്പൊ കരയിലൊന്നുമില്ല, അവന് ഫ്രണ്ട്സ് ഉണ്ട്. ആരൊക്കെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്താ? ആ ഫ്രണ്ടിന്റെ പേരെന്താ? കുഞ്ഞൂച്ചി. പിന്നെന്താ? പറഞ്ഞു കൊടുക്ക്. ഫ്രണ്ടിന്റെ എന്നാ അങ്ങാടിയത്തെ ഒരു പാട്ട് പാടി കൊടുത്താ? അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ജനഗണമന പിന്നെ നിർത്തൂല, അത് തന്നെയാണ്. പാട്ടുപാടാൻ പറഞ്ഞാൽ നല്ല പാട്ടൊക്കെ അറിയാം, 2 പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ 1 മുതൽ 10 വരെയൊക്കെ ചൊല്ലും. പക്ഷെ എഴുതാനൊന്നും അങ്ങനെ ആയിട്ടൊന്നുമില്ല, ചെറുതല്ലേ. 1 എഴുതും, അതുപോലെ റാന്നൊക്കെ എഴുതും അല്ലേ? റാന്നെങ്ങനെ എഴുതുക? ഇങ്ങനെ റാ. അപ്പൊ റാക്ക് എഴുതും. സ്ലേറ്റ് ഒക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് അങ്ങാടിക്ക്. ഇപ്പം ഇതുവരെ അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അവർക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ അതൊന്നും കൊണ്ടുപോയില്ലായിരുന്നു.
അപ്പോൾ സ്ലേറ്റ് പെൻസില് ഒക്കെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഞാൻ ആളെ എഴുതുകയൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മൾ നാളെ അങ്ങാടി പോകും. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയതായിട്ട് ആരെയും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബായ്. ബായ് പറഞ്ഞ ഒരവ് കൊടുത്താ.